ഹായ്, ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്രീമിയം ഹാച്ച് ബാക്കാണ്. ഇന്ത്യാസ് മോസ്റ്റ് അവൈറ്റഡ് പ്രീമിയം ഹാച്ച് ബാക്ക് i20 3rd generation. വെൽക്കം ടു ഓൾ തിങ്സ് ഓട്ടോ. തേർഡ് ജനറേഷൻ i20യുടെ കൂടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. തേർഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു സീരീസ് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ i20 ഫസ്റ്റ് ലോഞ്ച് ചെയ്തത് 2008 അപ്പോൾ ആ സീരീസിൻ്റെ വരുമ്പോൾ തന്നെ i20 ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഗെറ്റ്സ് എന്ന വണ്ടി അതിന് മുമ്പുണ്ടായിരുന്നു. ആ ഗെറ്റ്സിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് നമുക്ക് i20 ഇന്ത്യയിൽ വന്നത്. അതിനുശേഷം പിന്നെ ഒരു സെക്കൻഡ് ജനറേഷൻ വന്നത് 2014. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് 2020 വേർഷനാണ്, അത് തേർഡ് ജനറേഷൻ. അപ്പോൾ ശരിക്കും i20യുടെ ഒരു പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ 6 വർഷത്തിലാണ് i20ക്ക് ഒരു റീപ്ലേസ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്ക് സെക്ഷൻ നോക്കാം. ശരിക്കും ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ എപ്പോഴും ഫ്രണ്ട് സെക്ഷൻ എന്നാണ് തുടങ്ങാറ്. അപ്പോൾ ബാക്ക് തുടങ്ങാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ എനിക്ക് ഈ റിയർ ആണ് കുറച്ചുകൂടി അട്രാക്റ്റീവായി തോന്നിയത്. ഫ്രണ്ട് ഫേഷ്യ കണ്ടപ്പോൾ എനിക്ക് എവിടേക്കോ ഒരു വേണയുടെ ഒരു ഫീൽ കിട്ടിയോണ്ടാണ് ഞാൻ വിചാരിച്ചു ബാക്കിൽ തുടങ്ങാമെന്ന്. അപ്പോൾ ബാക്കിൽ ശരിക്കും നമുക്ക് ഡിസ്റ്റിങ്റ്റീവായി നിൽക്കുന്ന സംഭവം ഇതിൻ്റെ സെറ്റ് ടൈപ്പ് ഓഫ് ടെയിൽ ലാമ്പാണ്. രണ്ട് ടെയിൽ ലാമ്പിനും യോജിപ്പിക്കുന്നത് ഒരു ക്രോം സ്ട്രിപ്പാണ്. ഈ ക്രോം സ്ട്രിപ്പിന് പകരം ചില ഓഡി വണ്ടിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു LED സ്ട്രിപ്പ് ആയിരിക്കും ഇതിനെ അങ്ങോട്ട് കൂടി ചോദിച്ചത്. അപ്പോൾ ചെറുതായിട്ട് അവിടേക്ക് ഒരു റിമൈൻഡർ പോലെ നമുക്ക് ഫീൽ ചെയ്തേക്കാം. പിന്നെ പറയാനുള്ളത് ഈ വണ്ടിയുടെ ഡ്വൽ ടോൺ ആണ്. ഒരു ഓൾട്രോസിൻ്റെ ഒക്കെ എവിടെയോ ഒരു ഫീൽ ഈ ബ്ലാക്ക് എലമെൻറ്റ് കാരണം ഈ വണ്ടി കിട്ടും. ഗ്ലോസി എലമെൻറ്റ് തന്നെയാണ് രണ്ടും. പിന്നെ നമുക്ക് നോക്കാനുള്ള ആസ്റ്റയുടെ ബാജിങ് ആണ്. ആസ്റ്റയുടെ ബാജിങ്ങിൻ്റെ സൈഡിൽ തന്നെ i20യുടെ ബാജിങ് ആണ്. i20ക്ക് കുറേ ബാജിങ് ഈ വണ്ടിയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഈ ടെയിൽ ലാമ്പിലൊക്കെ ഇവിടെ നമുക്ക് i20യുടെ ബാജിങ് കാണാൻ പറ്റും. താഴെ നോക്കുമ്പോൾ നമുക്കൊരു ബ്ലാക്കിൽ ഗ്ലോസി എലമെൻറ്റിലൊരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെയാണ് നമുക്കൊരു ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ നമുക്ക് ശരിക്കും റിക്വസ്റ്റ് സെൻസേഴ്സ്, ശരിക്കും വരെ സെൻസേഴ്സ് ആണുള്ളത്. അപ്പോൾ അത് 2 ഉള്ളൂ. നോർമലി വണ്ടിക്ക് 4 വരാറുണ്ട്, ഇവിടെ 2 ഉള്ളൂ. അപ്പോൾ ഇതാണ് ശരിക്കും ഇതിൻ്റെ ബാക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ബൂട്ടിൻ്റെ ഓപ്പൺ ലാച്ചിൻ്റെ താഴെ തന്നെയാണ് ഇതിന് ക്യാമറ വരുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ബൂട്ടും ചെക്ക് ചെയ്യാം. i20ക്ക് പുതിയ ജനറേഷനിൽ വരുമ്പോൾ 311 ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് കപ്പാസിറ്റി ഉള്ള വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ബാക്കിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു ആമ്പിളായിട്ടുള്ളൊരു ബൂട്ടാണ്. ഈ ഒരു എന്താ പറയുക, ഈ ഒരു സെഗ്മെൻറ്റിൽ മോശമല്ല നമുക്ക് പറയാൻ പറ്റും. ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സബ് വൂഫർ വരുന്നുണ്ട് സൈഡിലായിട്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ലാമ്പ് വരുന്നുണ്ട്, അതുപോലെ ഒരു ടോയിങ് ഹുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ബാക്കിൽ വരുന്നത് എലമെൻറ്റ്. പിന്നെ ശരിക്കും നമ്മളൊരു ഡൗൺ സൈസ് ഓഫ് ടയേഴ്സാണ് വരുന്നത്. ഒരു 15 ഇഞ്ച് ഓഫ് സ്റ്റീൽ വീൽസാണ് വരുന്നത്. i20 തേർഡ് ജനറേഷൻ്റെ സൈഡ് പ്രൊഫൈൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു രസകരമായിട്ടുള്ളൊരു സൈഡ് പ്രൊഫൈലാണ്. നല്ല സ്പോർട്ടി ആയിട്ടുള്ളൊരു സൈഡ് പ്രൊഫൈലാണ്. അതിൻ്റെ റീസൺ എന്താ സംഭവിച്ചാൽ ഇതിനകത്ത് ക്രീസ് ലൈൻസ് നമുക്ക് കാണാൻ പറ്റും. നോർമലി വണ്ടിയുടെ അകത്ത് ക്രീസ് ലൈൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കണ്ട വണ്ടികളൊക്കെ ഒരു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു സ്ഥലത്ത് എൻഡ് ചെയ്യുക. പക്ഷേ ഇതിനകത്ത് കംപ്ലീറ്റ് അല്ല ഒരു ക്രീസ് ലൈൻസും. അതായത് ഇവിടുന്ന് ഒരു ക്രീസ് ലൈൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുവരെ ഒരു ക്രീസ് ലൈൻ, അത് കഴിഞ്ഞിട്ട് മുകളിലൊരു സെക്ഷൻ ഇതുവരെ, അതിൻ്റെ അകത്തൊരു താഴെ ഒരു ക്രീസ് ലൈൻ, അതിനുശേഷം നടുഭാഗത്തൊരു ക്രീസ് ലൈൻ. അതായത് ഇതെല്ലാം കംപ്ലീറ്റ് ആവാത്ത രീതിയിൽ ക്രീസ് ലൈൻസ് ശരിക്കും വണ്ടിക്ക് നല്ല സ്പോർട്ടി എലമെൻറ്റാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ടെയിൽ ലാമ്പിൻ്റെ അകത്ത് ഈ ഒരു ഫ്യൂവൽ ലിഡിൻ്റെ ഒരു ഇൻകോപ്പറേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്ലവർ ടെക്നിക്ക് എന്ന് പറയണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല അതിൻ്റെ അകത്ത് ഫ്യൂവൽ ലിഡ് എവിടെയാണെന്നുള്ളത്. അതുപോലെ ഇതിൻ്റെ ഗ്യാപ്സ് ഒക്കെ കറക്റ്റാണ്, അതുകൊണ്ട് നമുക്ക് വെറുതായിട്ട് ബൾജി തോന്നില്ല. ഇതുപോലത്തെ ഒരു ക്ലവർ ഫീച്ചർ ഞാൻ കണ്ടിട്ടുള്ളത് ഷെവർലെ ബീറ്റിൻ്റെ അകത്ത് ഈ ഹാൻഡിൽസ് ശരിക്കും ഇവിടെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നവർ. അപ്പോൾ അത് ശരിക്കും ഒരു രസകരമായിട്ടുള്ള ഫീൽ. അപ്പോൾ അതേ ഒരു സംഭവമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് താഴെ കാണുമ്പോൾ 16 ഇഞ്ച് ഓഫ് അലോയ്സ് ആണ്, ഡയമണ്ട് കട്ട് ഓഫ് അലോയ്സ് ആണ്. ശരിക്കും വണ്ടിക്ക് നല്ലൊരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടൊരു അലോയ്സ് ആണ്. അതുപോലെ താഴത്തെ സെക്ഷൻ നോക്കുമ്പോൾ ഇതൊരു ഡ്വൽ ടോൺ ആയിട്ടുള്ളൊരു കാറാണ്. ആ ഡ്വൽ ടോണിൻ്റെ താഴെ ശരിക്കും പറഞ്ഞാൽ ഈ റണ്ണിംഗ് ബോർഡിൻ്റെ അകത്ത് ഈ ഒരു ബ്ലാക്ക് എലമെൻറ്റ്, ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗി തരുന്നുണ്ട്. അവിടെ i20യുടെ ബാജിങ്ങും കാണാൻ പറ്റും. ഡോർ ഹാൻഡിൽസ് ഒക്കെ ക്രോം പ്ലേറ്റഡ് ആണ്. അതുപോലെ തന്നെ സൈഡിൽ കൂടി നമുക്ക് ക്രോം എലമെൻറ്റ്സ് കാണാൻ പറ്റും. ഓവറാക്കിയിട്ടില്ല ക്രോം, പക്ഷേ എന്താ പറയുക, ഈ വണ്ടിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ക്രോം എലമെൻറ്റ്സ് തന്നെയുള്ളൂ. ORVMൻ്റെ കേസ് പറയുകയാണെങ്കിൽ ശരിക്കും ഈ റൂഫിൽ കണ്ട സെയിം ബ്ലാക്ക്, അതായത് ഗ്ലോസി ബ്ലാക്ക് തന്നെയാണ് ഈ ORVM ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അകത്തൊരു പഡിൽ ലാംപ്സ് അവൈലബിൾ ആണ്. അതുപോലെ സൈഡിലാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ഉള്ളത്. അപ്പോൾ മൊത്തത്തിൽ ശരിക്കും ഈ ബ്ലാക്കും അതുപോലെ റെഡും അതിൻ്റെ കൂടെ വരുന്ന ഈ ഒരു സിൽവർ മെറ്റീരിയൽസ് ഒക്കെ ശരിക്കും വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്കും തരുന്നുണ്ട്. അതുപോലെ സൈഡിൽ നിന്ന് നല്ല സ്പോർട്ടി ആയിട്ട് തോന്നിക്കും ചെയ്യും. ഹ്യുണ്ടായി i20 തേർഡ് ജനറേഷൻ്റെ ഫ്രണ്ടിലുള്ളത്. അപ്പോൾ ഫ്രണ്ട് ഫേഷ്യ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ
ഈ വണ്ടിയുടെ പ്ലാറ്റ്ഫോം പറയുന്നത് ഒരു കീ പ്ലാറ്റ്ഫോമിലാണ് ഈ വണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കാണുന്ന i20യും ഈ വണ്ടിയും തമ്മിൽ ഒരു വ്യത്യാസം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് വന്നിട്ട് ഇതിൻ്റെ ഹെഡ് ലാംപ്സിൽ വ്യത്യാസമാണ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വരുമ്പോൾ കംപ്ലീറ്റ്ലി LED ഹെഡ് ലാംപ്സ് വരിക. പക്ഷേ നമ്മുടെ മാർക്കറ്റിൽ വന്നപ്പോൾ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് പ്രൊജക്റ്റഡ് ടൈപ്പ് ഓഫ് LEDs വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഫേഷ്യ തുടങ്ങാം. ഈ ഫ്രണ്ട് ഫേഷ്യയുടെ അകത്ത് ഈ വെർണയുടെ എവിടെയെങ്കിലൊക്കെ സാദൃശ്യം തോന്നാനുള്ള മെയിൻ റീസൺ വന്നിട്ട് ഈ ഫ്രെയിംലെസ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് ഔട്ട് ആയിട്ടൊരു ഗ്രില്ലാണ്. അപ്പോൾ അതാണ് ഇതിനെ ആക്ച്വലി അതായിട്ട് സാമ്യം തോന്നിക്കുന്നത്. അതുപോലെ വണ്ടിനകത്ത് കുറേ കട്ട്സ് ആൻഡ് ക്രീസസ് ഉണ്ട്. കട്ട്സ് ആൻഡ് ക്രീസസ് ശരിക്കും നല്ലൊരു ഭംഗിയുള്ള എലമെൻറ്റാണ്. വണ്ടിയെ കുറച്ചുകൂടി സ്പോർട്ടി എലമെൻ്റ് ആക്കി ഫീൽ ചെയ്യിപ്പിക്കാനുള്ള സാധനങ്ങളാണ്. അതുപോലെ ഈ നടുവ് കൂടി പോകുന്ന ഒരു എന്താ പറയുക, ഈ കട്ടിങ്ങും ഇതിനെ ശരിക്കും ഒരു എന്താ പറയുക ആ സ്പോർട്ടി എലമെൻ്റ് ആക്കുന്നുണ്ട്. ഹെഡ് ലാംപ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഹെഡ് ലാംപ്സ് ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രൊജക്റ്റഡ് ടൈപ്പ് ഓഫ് LEDs ആണ്. ഫോഗ് ലാംപ്സ് വരുന്നത് പ്രൊജക്റ്റഡ് ടൈപ്പ് തന്നെയാണ്, പക്ഷേ ഹാലോജൻ ബൾബാണ് എൻ്റെ അകത്തുള്ളത്. താഴത്ത് ഈ ഡിഫ്യൂസർ ശരിക്കും വണ്ടിക്ക് കുറച്ചുകൂടി ഭംഗി തരുന്നുണ്ട്. അതുപോലെ സ്പോർട്ടിനെസ് കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഫേഷ്യയുടെ അകത്ത് ഇതൊക്കെയാണ് ഒരു മേജർ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ പറയാനുള്ളത്. അതുപോലെ കൂപ്ഡപ്പ് ആയിട്ടുള്ളൊരു റൂഫാണ് ഇതിൻ്റെ അകത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കൂപ്പേ ലൈക്ക് ഒരു ഫീൽ കിട്ടുന്ന ഒരു കൂപ്ഡപ്പ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് ഫേഷ്യയാണ് ഈ വണ്ടിക്കുള്ളത്. അപ്പോൾ ഇതാണ് ശരിക്കും ഈ വണ്ടീനെ ഇത്രയും സ്പോർട്ടി ആക്കാൻ സഹായിക്കുന്നത്. ഹ്യുണ്ടായി i20യുടെ ഇൻറ്റീരിയേഴ്സിൻ്റെ അകത്ത് കംപ്ലീറ്റ് ചേഞ്ച് ആണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള വണ്ടി എന്ന് പറഞ്ഞത് 1 ലിറ്ററിൻ്റെ GDI ടർബോ എഞ്ചിനാണ്. അപ്പോൾ ഈ വണ്ടിയുടെ അകത്ത് ശരിക്കും ഒരു സ്പോർട്ടി ഫീൽ തരാനായിട്ട് അത് കുറേ റെഡ് എലമെൻറ്റ്സ് കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇൻറ്റീരിയേഴ്സിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് വെൽക്കം ചെയ്യുന്നത് TFT ഡിസ്പ്ലേ ആണ്. ഈ TFT ഡിസ്പ്ലേ ശരിക്കും ഹ്യുണ്ടായി വെർണേൻ്റെ അകത്ത് നിന്ന് നമുക്ക് ബോറോ ചെയ്ത പോലത്തെ ഫീൽ ലൈക്ക് സെയിം ആണ്, ഒരു വ്യത്യാസം എനിക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഡയൽസൊക്കെ നല്ല ക്ലീൻ ആണ്. അതുപോലെ നമ്പറിങ്ങും ലേ ഔട്ടൊക്കെ നമുക്ക് നല്ല വായിക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ്. അതുപോലെ തൊട്ടപ്പുറത്ത് കാണുന്നത് 10.25 ഇഞ്ചിൻ്റെ വലിയൊരു ഇൻഫോർടൈൻമെൻറ്റ് ഡിസ്പ്ലേ. ഈ ഇൻഫോർടൈൻമെൻറ്റ് ഡിസ്പ്ലേ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു മെർസിഡീസ് ബെൻസിൻ്റെ ഒക്കെ MBUX പ്ലാറ്റ്ഫോമിൽ നിന്ന് എവിടുന്ന് ഒരു ഷെയർ ചെയ്ത പോലത്തെ ഒരു ഫീൽ കിട്ടാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീലിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് വീല് നമ്മൾ ഇതിനു മുമ്പ് കണ്ട ക്രെറ്റയുടെ അകത്തുള്ള ബട്ടർഫ്ലൈ സ്റ്റൈൽ അല്ലെങ്കിൽ ഡി കട്ട് എന്നൊക്കെ പറയുന്ന സ്റ്റിയറിംഗ് വീലാണ്. അതിൻ്റെ അകത്ത് ലോട്ട്സ് ഓഫ് കൺട്രോൾസ് ഉണ്ട്. അതുപോലെ ക്രൂസ് കൺട്രോളിൻ്റെ സെറ്റിംഗ്സും ഇതിൻ്റെ അകത്ത് തന്നെ അവൈലബിൾ ആണ്. പിന്നെ എൻ്റെ അകത്ത് എടുത്ത് പറയുന്നത് ലേ ഔട്ടിൻ്റെ അകത്താണ്. ലേ ഔട്ടിൻ്റെ അകത്ത് നമുക്ക് ഈ AC-യുടെ വെൻറ്റ് ശരിക്കും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത പോലത്തെ ഒരു പാറ്റേൺ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അത് ശരിക്കും ഇതിന് മുമ്പ് ഇതിൻ്റെ ഒരു സംഭവം വന്നിട്ടുള്ളത് ഓഡിയിലൊക്കെ ഉള്ള ഒരു സീരീസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെയാണ്. പക്ഷേ ആ ഒരു പാറ്റേൺ അല്ല, എന്നാലും ആ ഒരു സ്റ്റൈലിംഗ് എലമെൻറ്റ് കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ള ഒരു ഗ്രേയിഷ് എലമെൻറ്റ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ബ്രഷ്ഡ് അലുമിനിയം പോലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി കാണാൻ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്തേനെ എന്നുള്ള. അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കേസൊക്കെ പറയുകയാണെങ്കിൽ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. അപ്പോൾ വണ്ടി പ്രീമിയം ആണെങ്കിൽ പോലും പ്ലാസ്റ്റിക്സ് ഹാർഡായി പോയി. അപ്പോൾ അതും കൂടി ഒരു സോഫ്റ്റ് സ്കെയിലുള്ള ഒരു ലെതറിൻ്റെ ഒക്കെ ഒരു ഫീൽ കിട്ടിയിരുന്നെങ്കിൽ വണ്ടി കുറച്ചുകൂടി പ്രീമിയമായി ഫീൽ ചെയ്തേനെ. ഡോറിൻ്റെ കേസ് നോക്കാം. ഡോറിൻ്റെ അകത്ത് വരുന്നത് ഡോർ പാഡും ഇതുപോലെ നല്ല ചങ്കി ആയിട്ടുള്ള ഡോർ പാഡാണ്. എൻ്റെ അകത്ത് ശരിക്കും പവർ വിൻഡോൻ്റെ കൺട്രോൾസിൻ്റെ അകത്ത് നമ്മുടെ ഡ്രൈവർ സൈഡ് മാത്രമേ ഉള്ളൂ ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഉള്ളത്, ബാക്കിയെല്ലാം മാനുവലാണ്. അതുപോലെ ഇവിടെ ലോക്കും അൺലോക്കും അതുപോലെ നമ്മുടെ മിററിൻ്റെ സെറ്റിംഗ്സ് ഒക്കെ അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ AC-യുടെ വെൻറ്റിൻ്റെ ഒരു ത്രൂ ഔട്ട് ആയിട്ടുള്ളൊരു സംഭവം ഇവിടെ വരെ വന്നിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഈ AC-യുടെ വെൻറ്റ് കാണാൻ അതേ സെയിം ലൈൻസ് ആണ് നമുക്ക് ഇവിടെ ഗ്രാബിലും വരുന്നതും അതുപോലെ ഈ താഴത്തെ സെക്ഷനിലും വരുന്നത്. അപ്പോൾ ഇത് ഒരു എലമെൻറ്റ് ക്ലസ്റ്ററായിട്ട് ഡെവലപ്പ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ അകത്ത് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ നല്ല ഇരിക്കാനുള്ളൊരു സുഖം, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനാണ്. നമുക്ക് റോഡിലേക്ക് കാണുമ്പോൾ നല്ല വൃത്തിക്ക് കാണാൻ പറ്റുന്നുണ്ട്, വലിയ ലംപ്സ് ഒന്നുമില്ല. അതുപോലെ AC-യുടെ കാര്യം പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് AC ആണ്, സിംഗിൾ സോൺ ആണ്. AC-യുടെ അടുത്ത് എടുത്ത് പറയേണ്ട ഒരു പ്രത്യേക കാര്യം ഇതിൻ്റെ അകത്തുള്ള ഈ ടോഗിൾ ബാറൊക്കെ ഉണ്ട്. അത് ശരിക്കും നമുക്ക് നല്ല സുഖമാണ്, നമുക്ക് ഫീൽ ചെയ്യും. ലൈക്ക് നമ്മൾ കുറയ്ക്കുമ്പോൾ കൂട്ടുമ്പോൾ ഒക്കെ ഈ ശരിക്കും റൊട്ടേറ്റിങ്ങിനെക്കാട്ടിലും കുറച്ചും കൂടി നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നല്ലൊരു കൃത്യമായിട്ടും ക്ലീൻ ആയിട്ടുള്ളൊരു സെക്ടറാണ്. അതുപോലെ 2 USB-യുടെ പോർട്ട് വരുന്നുണ്ട്. അതുപോലെ 12 വോൾട്ടിൻ്റെ ചാർജും. അത് ശരിക്കും ഒരു കവേർഡാണ്. അപ്പോൾ നോർമലി വണ്ടീൻ്റെ അകത്ത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരാം, അത് കവേർഡ് ആയിട്ടുള്ള സംഭവമാണ്. അതുപോലെ ഇതിൻ്റെ അകത്ത് വരുന്നത് വയർലെസ് ചാർജർ വിത്ത് കൂളിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഇത് ഇതിൻ്റെ DCT വേർഷനാണ്. DCT വേർഷൻ്റെ അകത്ത് 7 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. നല്ല സുഖമായിട്ട് നമുക്ക് കൈവച്ച് ഒരു ഫീൽ തരുന്നൊരു ഗിയർ ബോക്സ് തന്നെയാണ്. അതുപോലെ ഹാൻഡ് ബ്രേക്ക് വരുന്നത് മാനുവലാണ്. അപ്പോൾ ഒരു സജഷൻ ഉള്ളത് നമുക്ക് എത്രത്തോളം വണ്ടിയുടെ വില കൂടുന്നതനുസരിച്ച് ഇതൊക്കെ ഇലക്ട്രോണിക് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി രസകരമായതിന്. അതുപോലെ ആംറസ്റ്റ് വീതി കുറഞ്ഞു പോയി. അതുപോലെ തന്നെ അതിൻ്റെ ഒരു മൂവ്മെൻറ്റും ഒരു എന്തോ ഒരു ഇഷ്യൂ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇതിൻ്റെ അകത്ത് ശരിക്കും എയർ പ്യൂരിഫയർ ഉണ്ട്. ഇത് ശരിക്കും സെഗ്മെൻറ്റ് ഫസ്റ്റ് ആണ്. പക്ഷേ ഏറ്റവും പ്രശ്നമുള്ളൂ ഇതിൻ്റെ ഒരു ഫിറ്റിങ്സ് ശരിക്കും നമ്മൾ ഔട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഫിറ്റ് ചെയ്ത പോലത്തെ ഒരു ഫീലാണ്. ലൈക്ക് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു സെക്ടറിൽ അത് ഹോൾഡ് ചെയ്തിരിക്കുന്നില്ല. പിന്നെ സീറ്റ്സ് നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ലെതർ സീറ്റ്സ് തന്നെയാണ്. അതിൻ്റെ അകത്ത് ഈ റെഡ് സ്റ്റിച്ചിങ് വന്നിട്ടുള്ളത് ടർബോ കാറിനാണ്. പക്ഷേ നമ്മൾ നന്നായിട്ട് സ്കൂപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റ്സ് തന്നെയാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് IRVMs ഓട്ടോമാറ്റിക് അല്ല, മാനുവലാണ്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് നമ്മൾ പ്രതീക്ഷിക്കും. പിന്നെ SOS ഫംഗ്ഷൻസ് ഉണ്ട്, ടോ ഫംഗ്ഷൻസ് ഉണ്ട്, അതുപോലെ ബ്ലൂ ലിങ്ക് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ വണ്ടി ബ്ലൂ ലിങ്ക് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹ്യുണ്ടായുടെ എല്ലാ വണ്ടിയെ പോലെ തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാറാണ്. ഈ സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കണക്റ്റഡ് കാറും ഈ വണ്ടി തന്നെയാണ്.
പിന്നെ സൺറൂഫ് അവൈലബിൾ ആണ്. സൺറൂഫ് കംപ്ലീറ്റ്ലി പാനറോമിക് അല്ല, പക്ഷേ നോർമലി നമുക്ക് ഒരു സാധാ ഒരു സൺറൂഫ് അവൈലബിൾ ആണ്. ആവശ്യത്തിന് വെളിച്ചവും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഡ്രൈവ് നല്ലൊരു ഏരിയയും അതുപോലെ സുഖകരമായിട്ടുള്ള ഡ്രൈവും ഇതിന് ഇൻറ്റീരിയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തേർഡ് ജനറേഷൻ i20യുടെ റിയർ സീറ്റിലുള്ളത് ശരിക്കും പറഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് ആണ് ഫസ്റ്റ് ഇരിക്കുമ്പോൾ തന്നെ. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് വണ്ടിയുടെ വീൽ ബേസിൽ ചെറിയൊരു ഇൻക്രീസ് വന്നിട്ടുണ്ട് പഴയ വേർഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ആ വീൽ ബേസിൽ വന്ന ഇൻക്രീസ് ആണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻറ്റീരിയർ സ്പേസിൽ വരുന്ന മാറ്റം. അപ്പോൾ ഇത് എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനാണ്. ഇവിടുന്ന് ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ മുട്ട് ഇതിൻ്റെ അകത്ത് തട്ടുന്നില്ല. അതുപോലെ അണ്ടർ തൈ കുറച്ചും കൂടി കൂടുതലുണ്ടെങ്കിൽ നന്നായിരുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ട്. അതുപോലെ നമ്മൾ ഇരിക്കുന്നത് കുറച്ച് താഴ്ന്നിട്ടാണ് ഫ്രണ്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ ഷോൾഡർ ലൈൻ്റെ അവിടെയാണ് ശരിക്കും ഗ്ലാസ് ഏരിയ വരുന്നത്. അപ്പോൾ ചെറുതായിട്ട് ഒരു വെളിച്ചത്തിൻ്റെ ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അതിൻ്റെ ഒരു പോരായ്മ മാറ്റാനായിട്ട് നമുക്ക് ഇവിടെ സൺറൂഫിൻ്റെ ഒരു വെളിച്ചം കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ സൈഡ് നോക്കുകയാണെങ്കിൽ ആംറസ്റ്റിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കപ്പ് ഹോൾഡേഴ്സ് ഒന്നുമില്ല. നമുക്ക് മോശമല്ലാത്ത രീതിക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ആംറസ്റ്റാണ്. പിന്നെ നടുവിലെ ടണലിൻ്റെ കേസൊന്നുമില്ല. ബാക്കിയുള്ള വണ്ടികളിലെ പോലെ ചെറിയൊരു ഹൈറ്റ് മാത്രമേ ഉള്ളൂ. അത് നമുക്കൊരു വിഷയമല്ല. പിന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് AC-യുടെ വെൻസ് അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ സ്പീഡൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. താഴെ നമുക്കൊരു USB-യുടെ പോർട്ടും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും നമുക്ക് ബാക്ക് സീറ്റിൽ തരുന്നത്. ഹെഡ് റെസ്റ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ 2 ഹെഡ് റെസ്റ്റ് അവൈലബിൾ ഉള്ളൂ. തേർഡ് ഹെഡ് റെസ്റ്റ് ഇല്ല. അപ്പോൾ നമുക്ക് 2 പേർക്ക് സുഖമായിരിക്കാം. തേർഡ് പേഴ്സൺ ഇരിക്കുമ്പോൾ ഹെഡ് റെസ്റ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. അതുപോലെ സൈഡിൽ നമുക്ക് ഗ്രാബ് ഹാൻഡിൽസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു കോട്ട് ഹൂക്കും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും ബാക്കിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ആസ് യൂഷ്വൽ എല്ലാ വണ്ടിയെ പോലത്തേനും ഐസോഫിക്സ് സീറ്റ്സ് എനേബിൾഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ആ ഒരു ഇഷ്യൂസ് ഉണ്ടാവില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബാക്കിനെ കുറിച്ച് വല്ലാണ്ട് മോശമായിട്ട് പറയാനൊന്നുമില്ല. നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാക്ക് തന്നെയാണ് പുതിയ i20യുടെ അകത്തുള്ളത്. പുതിയ i20 ഡ്രൈവ് ചെയ്യുമ്പോൾ ശരിക്കും പഴയ വണ്ടി ഡ്രൈവ് ചെയ്തതിൻ്റെ ഒരു ഫീലും ഈ പുതിയ വണ്ടിക്കില്ല. ലൈക്ക് എല്ലാ രീതിക്കും എക്സ്റ്റീരിയേഴ്സിലും ഇൻറ്റീരിയറിലും ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാറ്റമാണ് നമ്മുടെ വണ്ടിയുടെ അകത്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഓടിക്കുന്ന വേർഷൻ എന്ന് പറയുന്നത് 1 ലിറ്ററിൻ്റെ GDI ടർബോ എഞ്ചിനാണ്. ഏറ്റവും രസകരമായി ഓടിക്കാൻ പറ്റുന്ന i20 ആണ് ഈ വേർഷൻ. i20 ശരിക്കും കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ്റെ വേർഷൻസിലേക്ക് വരുമ്പോൾ ലൈക്ക് 3 ടൈപ്പ് ഓഫ് എഞ്ചിൻസ് ആണ് ഓപ്ഷനിൽ തരുന്നത്. അത് 3 ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അതിനു മുമ്പ് ഇതിൻ്റെ ഹാൻഡ്ലിങ്ങും റൈഡിങ്ങും നമുക്ക് നോക്കാം. റൈഡിങ് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത്. ശരിക്കും ഒരു ഹ്യുണ്ടായിൻ്റെ വണ്ടി ഓടിക്കുന്ന പോലത്തെ ഒരു ഫീൽ തന്നെ എനിക്ക് കിട്ടുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് സസ്പെൻഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഭയങ്കര സ്റ്റിഫർ സൈഡിലേക്കാണ് സസ്പെൻഷൻ ട്യൂൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഹ്യുണ്ടായി എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഭയങ്കര സോഫ്റ്റ് സ്കെയിലിലേക്കായിരിക്കും അവർ സസ്പെൻഷൻ ട്യൂൺ ചെയ്യാറ് നോർമലി. പക്ഷേ ഈ വണ്ടിക്ക് നല്ലൊരു എന്താ പറയുക ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ജർമ്മൻ വണ്ടിയൊക്കെ ആയിട്ട് കമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള സസ്പെൻഷൻ തന്നെയാണ് ഈ പുതിയ i20ക്ക് ഉള്ളത്. പക്ഷേ ഇതിനകത്ത് ഒരു ചെറിയ പോരായ്മ വരുന്നത് എവിടെയാ വെച്ചാൽ ഈ സ്റ്റിയറിംഗ് വീൽ നമുക്ക് ആ ഒരു കണക്റ്റ് കിട്ടാൻ ചെറിയ രീതിക്ക് ലാഗ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ സോഫ്റ്റാണ്, വളരെ സോഫ്റ്റാണ് ഈ പറഞ്ഞ പോലെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു ട്യൂണിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കത് ശരിക്കും അതും കൂടി കുറച്ചും കൂടി ടൈറ്റ് ആണെങ്കിൽ നമുക്കൊരു 100% ആ ഒരു ഡ്രൈവേഴ്സ് കാർ എന്ന ഫീൽ കിട്ടിയേനെ. അത് മാത്രമേ ഉള്ളൂ ഹ്യുണ്ടായി ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ഇഷ്യൂ ആയിട്ടുള്ളത്. അല്ലാത്ത രീതിക്ക് ശരിക്കും വണ്ടി ഓടിക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഹൈവേസിലാണെങ്കിലും അതുപോലെ അൺഡിലേറ്റഡ് ആയിട്ടുള്ള റോഡ്സിലാണെങ്കിലും വണ്ടി നല്ല സ്റ്റേബിൾ തന്നെയാണ് ഓടിക്കുമ്പോൾ. ഈ വണ്ടിയുടെ അകത്ത് 3 എഞ്ചിൻ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ 3 എഞ്ചിൻ ഓപ്ഷൻസ് 3 ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് സൂട്ട് ചെയ്യാനുള്ള രീതിക്കാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം വരുന്ന എഞ്ചിൻ ഓപ്ഷൻസ് എന്ന് പറയുന്നത് 1.2 കാപ്പ എഞ്ചിനാണ്. അത് നമുക്കറിയാൻ പറ്റും, നമ്മൾ ഇഷ്ടംപോലെ ഓടിച്ചിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ള എഞ്ചിനാണ്, സ്റ്റേബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്. പക്ഷേ അതിൻ്റെ അകത്ത് പവർ കുറച്ച് കുറവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പവർ ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കുമ്പോൾ 83 bhp ഓഫ് പവർ ജനറേറ്റ് ചെയ്യുന്നത് മാനുവൽ വേർഷനിൽ. അത് തന്നെ ഓട്ടോമാറ്റിക് വേർഷൻ എത്തുമ്പോൾ ഒരു 88 bhp ഓഫ് പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ടോർക്ക് റേഷ്യോ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 115 Nm ഓഫ് ടോർക്കിലാണ് ഇത് ഇത്രയും ജനറേറ്റ് ചെയ്യുന്നത്. ഈ വണ്ടി ശരിക്കും ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഈ വണ്ടിയുടെ അകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പവർ വല്ലാണ്ട് പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് ഈ ഓപ്ഷനിലേക്ക് പോകാതിരിക്കാൻ നല്ലത്. പക്ഷേ നമ്മളൊരു 6.8 lakhs എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന റേഞ്ചിൽ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് ഈ 1.2 ലിറ്റർ. പിന്നെ വരാനുള്ളത് നമുക്ക് കുറച്ചും കൂടി മൈലേജ് ആഗ്രഹിച്ച് ഓടിക്കുന്ന ആൾക്കാരാണ് ഈ വണ്ടിയിലേക്ക് പോകുന്ന ആഗ്രഹിക്കുക. i20 എടുക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അവർക്കുള്ളതാണ് ഡീസൽ മിൽ. ഡീസൽ മിൽ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 1.5 ലിറ്റർ തന്നെയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ടോർക്ക് റേഷ്യോയും അതുപോലെ BHPയിലും വ്യത്യാസമുണ്ട്. നമുക്ക് ഏകദേശം ഒരു എന്താ പറയുക 100 bhp ഓഫ് പവറും അതുപോലെ ഒരു 240 Nm ഓഫ് ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. ശരിക്കും മൈലേജിൻ്റെ കേസും സെഗ്മെൻറ്റ് ഫസ്റ്റ് മൈലേജാണ്. ഏകദേശം നമുക്കൊരു 24ൻ്റെ മുകളിൽ ആണ് മൈലേജ് കമ്പനി പറയുന്നത്. പല ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് പല രീതിക്ക് സൂട്ട് ചെയ്യുന്ന രീതിക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്.
പിന്നെ പറയാനുള്ളത് ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ടർബോ എഞ്ചിനാണ്. ടർബോ എഞ്ചിനാണ് ഈ വേർഷനിലെ ഏറ്റവും സുഖം ഓടിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഇത് വരുന്നത് ശരിക്കും 1 ലിറ്റർ GDI ടർബോ എന്ന എഞ്ചിനാണ്. അപ്പോൾ ഈ എഞ്ചിൻ ശരിക്കും ഭയങ്കര പെപ്പിയാണ് ഓടിക്കാനായിട്ട്. ഇതിൻ്റെ അകത്ത് ട്യൂൺ ചെയ്ത രീതി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ BHP ജനറേറ്റ് ചെയ്യുന്നത് 120 BHP ഓഫ് പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടോർക്ക് റേഷ്യോ നോക്കുകയാണെങ്കിൽ ഏകദേശം 172 Nm ഓഫ് ടോർക്കും ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഈ ഒരു ടോർക്ക് ഫിഗേഴ്സ് ഒക്കെ ആക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഈ 120 BHP കറക്റ്റ് എന്താ പറയുക നല്ല രീതിക്ക് പെർഫോം ചെയ്യിപ്പിക്കാനുള്ള ടോർക്ക് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന ഗിയർ ബോക്സിൻ്റെ പ്രത്യേകത എടുത്ത് പറയേണ്ടതാണ്. ഈ വണ്ടിയുടെ അകത്ത് പല ടൈപ്പ് ഓഫ് ഗിയർ ബോക്സ് ഉണ്ട്. പക്ഷേ ടർബോ വണ്ടിയുടെ അകത്ത് വരുന്ന ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ഒരു DCT ഗിയർ ബോക്സ് ആണ്. DCT പറയുമ്പോൾ ഡ്വൽ ക്ലച്ച് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നല്ല പെപ്പി ആയിട്ടുള്ളൊരു ഗിയർ ബോക്സ് ആണ്. ശരിക്കും നമുക്ക് ഭയങ്കര രസം തരുന്ന ഒരു എഞ്ചിൻ തന്നെയാണ് ഈ പറഞ്ഞ i20 അകത്തുള്ളത്. അപ്പോൾ i20 ശരിക്കും ഇങ്ങനൊരു ഫിഗർ കൊടുത്തിട്ടുള്ളത് തന്നെ ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഇത്രയും എഞ്ചിൻ ഓപ്ഷൻസിൽ വരുന്ന ഒരു കാറായി മാറിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഡ്രൈവിംഗ് ഡൈനാമിക്സും ഡ്രൈവിങ്ങിൻ്റെ കേസും ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും സുഖകരമാണ് ഈ ക്ലാസ്സിൽ. അപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ കേസ് നമ്മൾ സംസാരിച്ചു. ഇനി സേഫ്റ്റിയാണ്. സേഫ്റ്റിയിലും ഈ പറഞ്ഞ പോലെ i20 ക്ലാസ് ലീഡിങ് തന്നെയാണ്. ലൈക്ക് എല്ലാ വണ്ടിയിലും വരുന്ന പോലെ തന്നെ ABS, EBD അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ വണ്ടിയുടെ അകത്ത് അവൈലബിൾ ആണ്, ഇൻക്ലൂഡിങ് ട്രാക്ഷൻ കൺട്രോൾസ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ സേഫ്റ്റി ഫീച്ചർ കുറച്ചുകൂടി രസകരമാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ വരുന്ന ഹെഡ് ലാംപ്സിൻ്റെ അകത്ത് കോർണറിംഗ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തൊരു സെഗ്മെൻറ്റ് ഫസ്റ്റ് ഫീച്ചർ വന്നിട്ടുള്ളത് ടയർ പ്രഷർ മോണിറ്ററാണ്. അപ്പോൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് ശരിക്കും കാണിക്കുന്നത് ഈ ഫ്രണ്ട് ഡിസ്പ്ലേയിലാണ്. പക്ഷേ എനിക്കൊരു സജഷൻ എന്ന രീതിക്ക് പറയാനുള്ള ഈ ഡിസ്പ്ലേയിൽ ഭയങ്കര ചെറുതായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ ശരിക്കും ഈ പറഞ്ഞ 10.25 ഇഞ്ചിൻ്റെ അകത്ത് ഇത് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നതിനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ പറയാനുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 6 എയർ ബാഗ്സും കൂടി വണ്ടിയുടെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സേഫ്റ്റി വൈസ് i20 ഈ പറഞ്ഞ കാറ്റഗറിയിലെ ബാക്കിയുള്ളൊരു കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പോൾ ഫർ ബെറ്റർ തന്നെയാണ്. i20 അടുത്ത് ഒരു ഫീച്ചറും കൂടി എടുത്ത് പറയാനുള്ളത് ഈക്കോ കോട്ടിംഗ് എന്ന് പറയുന്നത് ശരിക്കും AC ഫിൽറ്റേഴ്സിൻ്റെ അകത്ത് വരുന്ന ഒരു കോട്ടിംഗ് ആണ്. അപ്പോൾ ആ ഒരു കോട്ടിംഗ് കാരണം ഇതിനകത്തേക്ക് ബാഡ് ഓർഡേഴ്സ് വരാതിരിക്കാനായിട്ട് സഹായിക്കും. അതൊരു സെഗ്മെൻറ്റ് ഫസ്റ്റ് ഫീച്ചർ തന്നെയാണ്. പ്ലസ് ഇതിനകത്ത് ഈക്കോ ബൂസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലം, അല്ലെങ്കിൽ ഓക്സി ബൂസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു എയർ പ്യൂരിഫയറും കൂടി ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഇപ്പോൾ ശരിക്കും വൈറസിൻ്റെ കാലമാണല്ലോ. അപ്പോൾ ശരിക്കും ഇൻറ്റീരിയർ ആയിട്ടുള്ള എയറിനെ എത്രത്തോളം നല്ല രീതിക്ക് പ്യൂരിഫൈ ചെയ്യാൻ പറ്റും അത്രത്തോളം നല്ലതെന്ന് വിചാരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിനും ഈ സാധനം സഹായകമാകും. i20 അകത്തുള്ള ഈ എഞ്ചിനും ഗിയർ ബോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും നല്ലൊരു റെവ് റേഞ്ചുള്ള എഞ്ചിൻ തന്നെയാണ്. ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞൊരു DCT എഞ്ചിൻ ഓടിക്കാനാണ് കുറച്ചും കൂടി രസകരമായിട്ടുള്ളൊരു ഫീൽ കിട്ടുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ റെവ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 1800 മുതലാണ് നമുക്ക് മാക്സിമം പവറായിട്ട് വരുന്നത്. മാക്സിമം ഒരു 5000 RPM വരെ സുഖമായിട്ട് ആ ഒരു പവർ ലീനിയർ വേ ഓഫ് ഡെലിവറിയാണ് ഈ വണ്ടി തരുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ആ ഓടിക്കുമ്പോൾ നല്ല രസം തന്നെയാണ്. പക്ഷേ ഒരൊറ്റ കാര്യം എടുത്ത് പറയാനുള്ള വെച്ചാൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മളൊരു 7th ഗിയർ, അല്ലെങ്കിൽ D7 വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് നമ്മളൊരു സ്ലോ ഡൗൺ ചെയ്തിട്ട് വീണ്ടും ഫുൾ ആക്സിലേറ്റർ കൊടുത്തിട്ട് ഒരു ഫുൾ പവറിലേക്കാണ് നമ്മൾ വീണ്ടും ട്രൈ ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊരു 3-4 ഗിയർ പെട്ടെന്നാണ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നത്. ആ ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ജേർക്ക് നമുക്കത് ഫീൽ ചെയ്യും. ശരിക്കും DCTയിൽ ആ ജേർക്ക് നമ്മൾ ഫീൽ ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം. പക്ഷേ ഒരു ചെറിയൊരു ജേർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഓടിച്ചപ്പോൾ എനിക്കൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യമായിട്ട് തോന്നി. അപ്പോൾ അതല്ലാത്ത രീതിക്ക് എഞ്ചിൻ വൈസും അതുപോലെ ഗിയർ ബോക്സ് വൈസും നല്ല മീറ്റിംഗ് ആണ്. അതുപോലെ നമുക്ക് എവിടെയും ലാഗും അതുപോലത്തെ ഒരു ഇതും തോന്നില്ല. ഈ ഒരു ഡൗൺ ഷിഫ്റ്റ് വന്നപ്പോൾ മാത്രം എനിക്കതൊന്ന് എടുത്ത് പറഞ്ഞാൽ കൊള്ളാൻ തോന്നി. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സും ഇത്രയും കാര്യങ്ങളും ഞാൻ സംസാരിച്ചു. ഇനി ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറിനെ കുറിച്ച് സംസാരിക്കാം, സൗണ്ടിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് ബോസിൻ്റെ 7 ചാനൽ സ്പീക്കർ സിസ്റ്റമാണ്. 7 ചാനൽ എന്ന് ഉദ്ദേശിക്കുന്നത് 4 സ്പീക്കേഴ്സും 2 ട്വീറ്റേഴ്സും പ്ലസ് ഒരു സബ് വൂഫറും ചേർക്കുമ്പോൾ അങ്ങനെയാണ് 7 കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ ബേസിക്കലി ഞാനൊരു സൗണ്ട് എഞ്ചിനീയർ ആണ്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ട് പറഞ്ഞു തരാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് നമ്മൾ ഇനി മുതൽ ഓൾ തിങ്സ് ഓട്ടോൻ്റെ ഒരു സെഗ്മെൻറ്റ് തുടങ്ങാൻ പോവാണ്. സെഗ്മെൻറ്റ് ഭയങ്കര സിമ്പിളാണ്. അതായത് അവനവൻ്റെ കാർ ഓഡിയോ എങ്ങനെ നല്ല രീതിക്ക് ട്യൂൺ ചെയ്യാന്നുള്ളത് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഓടിക്കുന്നത് i20 ആണ്. i20 അടുത്ത് ഞാൻ പറഞ്ഞ പോലെ ബോസിൻ്റെ സൗണ്ട് സിസ്റ്റമാണ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ട്യൂൺ ചെയ്തിട്ട് ഏറ്റവും നല്ല രീതിക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സൗണ്ട് ട്യൂണിങ്ങിൻ്റെ അകത്ത് ശരിക്കും i20 സൗണ്ട് ട്യൂണിംഗ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ സെറ്റപ്പ് എടുക്കുക. സെറ്റപ്പ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് സൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. സൗണ്ട് എടുക്കുക. സൗണ്ട് എടുത്തതിന് ശേഷം സൗണ്ട് ട്യൂണിംഗ് എന്നൊരു ഓപ്ഷനിലേക്ക് പോവുക.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വണ്ടി ഡീഫോൾട്ടായിട്ട് വരുമ്പോൾ സൗണ്ട് ട്യൂണിങ് ശരിക്കും 000 എന്നായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും പാട്ട് കേട്ടിനനുസരിച്ചിട്ടാണ് നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത് ഞാൻ ഈ വണ്ടിയുടെ അകത്ത് പാട്ട് ഇഷ്ടംപോലെ കേട്ടിട്ട് ഞാൻ തന്നെ ട്യൂൺ ചെയ്തൊരു പ്രീസെറ്റ് ഉണ്ട്. അപ്പോൾ ആ പ്രീസെറ്റിലേക്ക് നമുക്ക് നേരിട്ട് കിടക്കാം. കാരണം പാട്ട് വെച്ച് പ്ലേ ചെയ്യുമ്പോൾ ഓബ്വിയസ്ലി കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും. അപ്പോൾ ഇതിന് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മളൊരു ഹൈസ് ഒരു 8ഉം അതുപോലെ മിഡ് ഒരു 2ഉം അതുപോലെ തന്നെ ബാസ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഒരു 7ഉം ഇതിൽ വെച്ചിട്ടാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് നല്ലൊരു പെർഫോമൻസ് ആയി തോന്നിയിട്ടുള്ളത്. ജസ്റ്റ് ഒരു സെഷൻ കേട്ട് നോക്കാം നമുക്ക്. ഓൾ തിങ്സ് ഓട്ടോ വേർഡിക്ട് ടൈമാണ്. 2 ദിവസമായിട്ട് i20യുടെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ ഞാനിത് ഓടിച്ചപ്പോൾ എനിക്ക് ശരിക്കും വണ്ടി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു 3 ഫീച്ചേഴ്സാണ് എനിക്കിത് ഹൈലൈറ്റ് ചെയ്യാൻ തോന്നിയിട്ടുള്ളത്. അത് ഞാനിവിടെ പറയാം. അപ്പോൾ ഈ ഫീച്ചേഴ്സാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് ഈ i20 എന്തായാലും വാങ്ങാം. ഫസ്റ്റ് അട്രാക്റ്റീവ്, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ അട്രാക്റ്റീവ് എന്ന് പറയുമ്പോൾ ശരിക്കും i20 കഴിഞ്ഞ 2 വേർഷൻസിലും ഭയങ്കര അട്രാക്റ്റീവ് തന്നെയായിരുന്നു. പക്ഷേ 2020 എത്തിയപ്പോൾ ആ ഒരു കാലത്തിനനുസരിച്ചുള്ള ഒരു ഫീച്ചറും അതുപോലെ അട്രാക്ഷനും ഈ വണ്ടിക്കുണ്ട്. ശരിക്കും നല്ല റോഡ് പ്രസൻസ് ഉള്ള വണ്ടിയാണ്. നമ്മൾ വണ്ടിയായിട്ട് പുറത്ത് പോകുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പിന്നെ വന്നിട്ടുള്ളത് സ്പേഷ്യസ് ആണ്. അപ്പോൾ ഈ കാറ്റഗറിയിൽ ആൾക്കാർ നോക്കുമ്പോൾ ഒരു ഫാമിലി കാർ കാറ്റഗറിയാണത്. അപ്പോൾ സ്പേസ് എന്തായാലും ഏറ്റവും വലിയൊരു പ്രധാനമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടിയാണ് കോമ്പറ്റീഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ വന്നത് ഇതിൻ്റെ വീൽ ബേസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീൽ ബേസ് കാരണമാണ് ഈ വണ്ടിക്ക് ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയേഴ്സ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഏറ്റവും വലിയ കാര്യമാണ് എഞ്ചിൻ ഓപ്ഷൻസ്. അപ്പോൾ ഈ എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കേസിൽ i20 ക്ലാസ് ലീഡിംഗ് തന്നെയാണ്. കാരണം നമുക്ക് 3 ടൈപ്സ് ഓഫ് എഞ്ചിനാണ്. 3 ടൈപ്സ് ഓഫ് എഞ്ചിൻ പറഞ്ഞാൽ 3 ടൈപ്സ് ഓഫ് ബൈയിങ് കപ്പാസിറ്റിയിൽ ആൾക്കാരെ നോക്കിയിട്ടാണ് ഈ എഞ്ചിൻസ് ഇറക്കിയിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഭയങ്കര പെപ്പിയായിട്ട് ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് 1 ലിറ്റർ ചൂസ് ചെയ്യാം. ചില ആൾക്കാർക്ക് മൈലേജാണ് ഏറ്റവും കൂടുതൽ ആവശ്യം വരിക. അവർക്ക് വേണമെങ്കിൽ ഈ 1.5 ലിറ്റർ ചൂസ് ചെയ്യാം. ചില ആൾക്കാർക്ക് i20 വാങ്ങണം, അതായത് നമ്മുടെ വീട്ടിലൊരു i20 വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അവർക്കാണെങ്കിൽ 1.2 ലിറ്റർ ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ക്രൈറ്റീരിയ ആണ് നിങ്ങളുടെ ക്രൈറ്റീരിയ എങ്കിൽ നിങ്ങൾക്ക് ഈ i20 നല്ലൊരു ചോയ്സാണ്.